തുടർച്ചയായി കലോത്സവ വേദികളിലെത്തുന്ന നിരവധി കലാകാരന്മാരുണ്ട്. അങ്ങനെ ഒരാളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂരിൽ നിന്നെത്തുന്ന ശ്രീദേവി. 4ാമത്തെ വർഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ മത്സരിക്കുന്നത്. മോളെ 4ാമത്തെ വർഷമാണ് കലോത്സവ വേദിയിൽ. അതെ, 4ാമത്തെ വർഷമാണ്. 9ാം ക്ലാസ് മുതൽ മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റേറ്റിൽ. കഴിഞ്ഞ തവണ എങ്ങനെ കിട്ടിയോ എ ഗ്രേഡൊക്കെ? കഴിഞ്ഞ തവണ ഭരതനാട്യം, മോഹിനിയാട്ടം, പഞ്ചവാദ്യം മൂന്നെണ്ണത്തിനുണ്ടായിരുന്നു. 3 എ ഗ്രേഡ് ഉണ്ട്. ഇത്തവണ മോഹിനിയാട്ടം മാത്രം? അല്ല, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി 3 കഴിഞ്ഞതിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ വന്നോ? ഇല്ല, വന്നില്ല. മോഹിനിയാട്ടേ കഴിഞ്ഞുള്ളൂ, റിസൾട്ട് വന്നില്ല. ഇല്ല. എങ്ങനെയുണ്ട് ഈ 4 വർഷത്തെ ഒരു കലോത്സവത്തിൻ്റെ ഒരു അനുഭവം? എങ്ങനെയുണ്ട് കലോത്സവത്തിൻ്റെ അനുഭവം? ഇത് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളിൽ നിന്ന് കുറച്ച് കുട്ടികൾക്ക് മാത്രം കിട്ടുന്ന ഒരിതല്ലേ. അപ്പം ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം അത്രയും ഭയങ്കര വലിയൊരു വേദിയല്ലേ. ഒരുപാട് സന്തോഷം. ഇത്തവണത്തെ കലോത്സവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീദേവിയുടെ അവസാനത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമാണ്. അതെ, അവസാനത്തെ വർഷമാണ്. +2 ഇപ്പോൾ. ഞാൻ സെൻറ് മൈക്കിൾസ്, കണ്ണൂർ. ആരൊക്കെയാണ് കൂടെ വന്നിട്ടില്ലേ? അച്ഛൻ, അമ്മ, ഏച്ചി, പിന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഏച്ചീൻ്റെ ഫിയാൻസി ഉണ്ട്. എങ്ങനെയുണ്ട് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ? എങ്ങനെയുണ്ട് കലാരംഗത്ത്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഫാമിലി ആയാലും സ്കൂളിൽ നിന്നായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഈ കലോത്സവ വേദി കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ പിന്നീട് ഇങ്ങനെ തുടരാറില്ല. ഈ നൃത്തരംഗത്തൊന്നും തുടരാൻ ആണോ തീരുമാനം? അതെന്തായാലും വിട്ട് കളയില്ല. പക്ഷേ അങ്ങനെ അതെടുത്ത് പഠിക്കണമെന്നില്ല. സൈഡിലൂട്ട് എന്തായാലും ഡാൻസും കൂടി കൊണ്ടുപോകാൻ. എന്താണ് സ്വപ്നം? സ്വപ്നം എനിക്ക് പൈലറ്റ് ആവണമെന്നാണ്. അപ്പം ഡാൻസ് വിടൂല, പൈലറ്റ് ആവാൻ വേണ്ടി പഠിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൂട്ട് കൊണ്ടുപോകണം, അങ്ങനെ ആഗ്രഹം. ഏതായാലും കഴിഞ്ഞ 4 വർഷത്തെ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച ഒരു കലാകാരിയാണ് കൂടെയുള്ളത്. ആ കലയുമായുള്ള ബന്ധം വിടാൻ താല്പര്യമില്ല, പക്ഷേ പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം. എന്തായാലും ശ്രീദേവിയുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.